ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ, അതുപോലെ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കുമായിട്ടാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു സ്നാക്കാണോ എന്നുള്ളത്. അപ്പോൾ ഇത് പണ്ടൊക്കെ എൻ്റെ വീട്ടിലുണ്ടാക്കിയിരുന്നതാണ്. എല്ലാ വീടുകളിലും ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പണ്ട് വൈകുന്നേരങ്ങളിൽ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി തന്നിരുന്ന ഒരു പലഹാരമാണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. മൂന്നേ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 15 മിനിറ്റ് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം ഇതിനെ. ഞാനിപ്പോൾ നമ്മൾ പണ്ടുണ്ടാക്കിയിരുന്ന ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്താണ് ഈ പലഹാരത്തിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടി എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മധുരമുള്ള ഗോതമ്പിൻ്റെ പിടിയാണ് കേട്ടോ. ഇനി നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ പേരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല വേറെ നാട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ടോ, പേരുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാറുണ്ടോ എന്നുള്ളതൊന്നും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള പിടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും കഴിക്കാം കേട്ടോ. ഇതിന് അങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല, എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഗോതമ്പിൻ്റെ പിടി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് 1 കപ്പ് ചേർക്കാം കേട്ടോ. 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് ശർക്കര 1 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ശർക്കരയുടെ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3/4 കപ്പും കുറച്ചുകൂടി എടുക്കാം കേട്ടോ. ഓവറായിട്ട് മധുരം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ വേണ്ടത് ഏലക്കയും പഞ്ചസാരയും പൊടിച്ചതാണ്. ഏലക്ക മാത്രം പൊടിച്ചത് ചേർത്താലും മതി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക എന്നുള്ളതാണ്. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർക്കുക. പിന്നെ വേണ്ടത് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചൂടോടുകൂടി തന്നെ ചേർക്കണം. നമ്മൾ ചൂടുവെള്ളത്തിലല്ല കുഴയ്ക്കുന്നത്, പകരം ഈ ശർക്കരപ്പാനിയിലാണ് കുഴയ്ക്കുന്നത്. ഇത് നല്ല ചൂടിൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഒന്ന് പതുക്കെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊടി ഒന്ന് കുക്കായി കിട്ടണം. നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ, പഞ്ചസാര ചേർത്തിട്ട്. പക്ഷേ ശർക്കരയിൽ ചെയ്യുമ്പോഴാണ് കാണാനും ഭംഗി ഉണ്ടാവുക, അതുപോലെ തന്നെ ടേസ്റ്റും കൂടുതലുണ്ടാവുക. അപ്പോൾ നമുക്ക് വീണ്ടും ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നല്ല കളറുള്ള ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പിടിക്കൊരു കളർ ഉണ്ടാവും. കളർ കുറവുള്ള ശർക്കര എടുത്തിട്ടുണ്ടെങ്കിൽ പിടി ലൈറ്റ് കളറായി പോകും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉപ്പുരസം ഉണ്ടാവും വൈറ്റ് ശർക്കരയ്ക്ക്. നമ്മുടെ കറുത്ത ശർക്കരയാകുമ്പോൾ ആ ഒരു ഉപ്പുരസം ഉണ്ടാവില്ല. ഇത് ചൂടോടുകൂടി കൈയിട്ടിട്ട് കുഴയ്ക്കരുത്. ശർക്കരപ്പാനിയാണ്, കൈ പൊള്ളിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം, നന്നായിട്ട് മിക്സ് ആയി വന്നതിന് ശേഷം മാത്രം കൈ ഉപയോഗിച്ച് കുഴയ്ക്കുക. ഇതിലേക്ക് നമുക്ക് ഏലക്കപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ ജീരകപ്പൊടിയും ചേർക്കാം കേട്ടോ. ഞാനിവിടെ ജീരകപ്പൊടി ചേർക്കാറില്ല, ഇതിൽ ഏലക്കപ്പൊടി മാത്രമേ ചേർക്കാറുള്ളൂ. ഇതൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് നനവറിയാൻ പറ്റും. ഇത്രയും വെള്ളം മതിയോ, ഇനി വെള്ളം വേണോ എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇനി ശർക്കരപ്പാനി ചേർക്കുന്നില്ല. ഇതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ശർക്കരപ്പാനി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുള്ളൂ. കുറച്ചുകൂടി ശർക്കരപ്പാനി വേണ്ടി വരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കുഴച്ച് കറക്റ്റാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരളവിൽ ശർക്കരപ്പാനി വേണ്ടി വരും. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. തേങ്ങ 1/2 കപ്പ് ചേർത്താൽ മതി എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്താലും മതി കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങയുടെ അളവിൽ വ്യത്യാസം വരുത്താം. തേങ്ങ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിത് ചപ്പാത്തിയുടെ പൊടി കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരുന്ന ശർക്കരപ്പാനി മുഴുവൻ ഒഴിച്ചു കേട്ടോ. എന്നാലേ കറക്റ്റായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. ആ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം. പിന്നെ ഇത് നിങ്ങൾക്ക് പിടിയായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വാഴയിലയിൽ കനം കുറച്ച് പരത്തി അടയായിട്ട് ഉണ്ടാക്കാം, കൊഴുക്കട്ടയുടെ ഷേപ്പിൽ ഉണ്ടാക്കാം. ഉള്ളിൽ ഫില്ലിംഗ് ഇല്ലാത്ത കൊഴുക്കട്ടയായിരിക്കും മാത്രം. നമ്മളിതിപ്പോൾ പിടിയായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് വെള്ളം എടുത്ത് അടുപ്പിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ തട്ട് തന്നെ വയ്ക്കണമെന്നില്ല, നമ്മൾ ലെവലായിട്ടുള്ള തട്ടുണ്ടല്ലോ, ഹോൾസ് ഉള്ളത്, ആ തട്ട് വെച്ചാലും മതി. ഞാനിപ്പോൾ ഈ തട്ട് വെച്ചു എന്നേ ഉള്ളൂ. ഇനി നമ്മുടെ കൈ ഒന്ന് നനയ്ക്കുക. കൈ ഒന്ന് നനച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മാവുണ്ടല്ലോ, അത് ചെറിയൊരു ക്വാണ്ടിറ്റി എടുക്കുക. ഒരുപാട് എടുക്കരുത്. ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെന്ത് കിട്ടാൻ സമയം കൂടുതലെടുക്കും. ഇനി ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുക്കുക കേട്ടോ. നമ്മുടെ കോഴിമുട്ടയേക്കാൾ കുറച്ചുകൂടി നീളം കൂടിയ രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കുക. ഇതിന് ശേഷം നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അത് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ പിടി എന്ന് പറഞ്ഞ സ്നാക്ക്. അപ്പോൾ അടുത്തത് വീണ്ടും കൈ നനച്ചിട്ട് ഇതുപോലെ ചെറിയ ക്വാണ്ടിറ്റി എടുക്കുക. ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് പിന്നെ നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയല്ല, കോഴിമുട്ടയുടെ ഷേപ്പിലാക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ പിടി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെയുള്ള തട്ടിലാണ് ആദ്യം വെച്ചത്. അതൊരു 7 ഉണ്ട്. ഇപ്പോൾ ഈ ഒരു തട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 11 പിടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിനി അടച്ചു വെക്കട്ടെ. അപ്പോൾ ഒരു 20 മിനിറ്റ് അടച്ചു വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വയ്ക്കണം. നന്നായിട്ട് ആവി വന്നതിന് ശേഷം വേണം അടച്ചു വയ്ക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിലും വലിപ്പം കുറച്ചാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ 15 മിനിറ്റ് വേണമെന്നില്ല. ഒരു 12 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ മതിയാവും. നമ്മൾ തിളച്ച ശർക്കരപ്പാനി ഉപയോഗിച്ചിട്ടാണല്ലോ പൊടി ഒഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗം കുക്കായി കിട്ടും. അപ്പോൾ ഗോതമ്പൊടി കുക്കാവാനുള്ള സമയം അതാണ്. നമ്മളിങ്ങനെ കയ്യിൽ തൊടുമ്പോൾ ഒട്ടി വരരുത്, നന്നായിട്ട് കുക്കായി കിട്ടണം. ഇതിൽ എണ്ണയൊന്നും തടണ്ട കേട്ടോ. ഇഡ്ഡലി തട്ടിൽ വെറുതെ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് എളുപ്പത്തിൽ തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് അടച്ചു വെച്ച് കുക്കായി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പിടിയെല്ലാം കുക്കായി കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ പിടി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ കയ്യിൽ ഇതുപോലെ ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒട്ടുന്നൊന്നുമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് പതുക്കെ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുണ്ടോ, ഇതുപോലെ എടുക്കുമ്പോൾ തന്നെ വിട്ട് പോകുന്നോളും. അപ്പോൾ നമ്മുടെ പിടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂട് കുറഞ്ഞിട്ട് കഴിക്കാം കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജീരകപ്പൊടിയാണ് ഏലക്കപ്പൊടിയാണ് ചേർത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറും, പിന്നെ നമ്മളിപ്പോൾ ഇത് കണ്ടോ നമ്മുടെ തേങ്ങയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തേങ്ങയൊക്കെ അവിടെ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ കഴിക്കുമ്പോൾ ആ തേങ്ങയൊക്കെ ഇടയ്ക്ക് കടിക്കുമ്പോൾ തേങ്ങയിലേക്കും മധുരം പിടിച്ചു വന്നിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. തേങ്ങയ്ക്കും നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു സ്നാക്ക് ഗോതമ്പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാ പ്രായക്കാർക്കും കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മധുരമുള്ള പിടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പിടിയും കോഴിക്കറി ഉണ്ടാക്കുന്ന റെസിപ്പി വേറെ ഉണ്ട് കേട്ടോ. പിടി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ആ ഒരു പിടിയായിരിക്കും. അപ്പോൾ ആ ഒരു പിടിയുടെ റെസിപ്പി നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അത് നമുക്ക് വൈകാതെ ചെയ്യാം. എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് അല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരു ദിവസം വൈകുന്നേരം ചായക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൈ ചെയ്യാത്തൊരു സ്നാക്കൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ മുന്നോട്ട് പോവാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ പണ്ട് കാലത്തുള്ള ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി എനിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരണേ. ഞാനപ്പോൾ അതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.